ഉച്ച സമയമാണ്. ആമേൻ. 1 മണി 1:15 ഉള്ളൂ. പ്രയർ ലൈനിലുള്ളവരും നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തവരുമായിട്ടുള്ള പല വ്യക്തി ജീവിതങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ശ്രദ്ധയോടെ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. ഇത് ലീഡ് ചെയ്യുന്നവരുമായിട്ട് എനിക്ക് മുൻ പരിചയങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ഇങ്ങനൊരു സമയം ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ മാത്യു, പിന്നെ സിസ്റ്റർ, ബാക്കിയുള്ള എല്ലാവരെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഈ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി ഇതിനകത്ത് വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾക്കായി ഈ ദൈവകരത്തിലേക്ക് നമ്മെ സമർപ്പിച്ച് ദൈവകരത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി നമ്മളോട് ഇടപെടുന്ന ഒരു പകലായി സ്വർണം ചെയ്യട്ടെ. സാക്ഷ്യം പറയണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ രാവിലെ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായൊരു വചനം എന്നോട് ഇടപെടുവാൻ ഇടയായി. ഞാനിവിടെ ഇംഗ്ലണ്ടിലെ UK ഒരു നോട്ടിങ്ങാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ്. അപ്പം എന്നോട് വചനം ഇടപെട്ടപ്പോൾ ഞാൻ ആ വചനവുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അല്പസമയങ്ങൾ സാക്ഷ്യം പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആത്മാവ് നടത്തുന്നത് പോലെ ആവശ്യം പോലെയല്ല, ആത്മാവ് നടത്തുന്നത് പോലെ ആണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ദൈവവചനത്തിനകത്ത് ഒരു വാക്ക് ഞാൻ എടുക്കുകയാണ്. ദാവീദോ തന്റെ ദൈവമായ യഹോവയെങ്കിൽ ധൈര്യപ്പെട്ടു. എന്നോട് ദൈവം ഇടപെട്ട ദൈവവചനം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 63:1. ദൈവമേ, നീ എൻ്റെ ദൈവം, ആമേൻ. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ആമേൻ. ദാവീദിന്റെ ദൈവത്തെ നല്ല പരിചയമാണ്. ആമേൻ. ഈ പകൽ വിശ്വാസത്തിൽ ഉള്ളവരാണ് ഇതിനകത്തിരിക്കുന്ന മിക്കവരുമെന്ന് എനിക്കറിയാം. നാളുകളായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നവരുമൊക്കെയാണ്. പക്ഷെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കും എപ്പോഴും. എന്നാൽ നമുക്ക് നമ്മുടെ ദൈവത്തെ നല്ല പരിചയമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ ആ സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ അതിന്റെ ഹെഡിങ് പറഞ്ഞിരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, ദാവീദ് യഹൂദ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ചമച്ച സങ്കീർത്തനമാണ്. അപ്പൊ അവനായിരിക്കുന്നത് മരുഭൂമിയിലാണ്. ആ മരുഭൂമിയുടെ അന്തരീക്ഷത്തിനകത്ത് അവന്റെ ഹൃദയം ചുറ്റുമുള്ള അനുഭവങ്ങൾ ഒക്കെ മുന്നേ നിൽക്കുമ്പോഴും, മരുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ സാഹചര്യം എന്തായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സാഹചര്യത്തിന്റെ നടുവിൽ അതുപോലെ ചുട്ടുപൊള്ളുന്ന ഒരു അന്തരീക്ഷത്തിൽ ഏതൊരു മനുഷ്യനും അവന്റെ ശരീരത്തിന്റെ ആഗ്രഹവും ആവശ്യവും എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. അവിടെ അദ്ദേഹം പറയുകയാണ്, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. അപ്പൊ ശരീരത്തിന്റെ ചിന്തകളിലേക്കല്ല അവന്റെ മനസ്സ് നിൽക്കുന്നത്. അവന്റെ മനസ്സ് അതിനേക്കാളിൽ അല്പം കൂടെ ഉയരത്തിൽ ദൈവത്തിങ്കലേക്കാണ് ശ്രദ്ധിക്കുന്നത്. നാം കേൾക്കപ്പെട്ട ദൈവവചനത്തിനകത്തു നാം കേട്ടു പലവട്ടം ശമൂവേൽ അവനോട് പറഞ്ഞു, നിന്നെ ഇസ്രായേലിന്റെ പ്രഭുവായി രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. ശമൂവേലിന്റെ വാക്കുകൾ അവന്റെ ചെവിയിലുണ്ട്. അപ്പൊ തന്നെ അവന് കിട്ടിയ വാഗ്ദത്തം ഇത് തന്നെയാണ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുവാൻ ആത്മാവിനോട് ആവശ്യപ്പെട്ടത്. വാഗ്ദത്തമുള്ളവരായി ഇതിനകത്തിരിക്കുന്ന പലരും വാഗ്ദത്തങ്ങളെ പല ദൈവദാസൻ കേട്ടവരുണ്ട്, നേരിട്ട് കേട്ടവരുണ്ട്. വാഗ്ദത്തത്തിന്റെ സമയങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സുകൊണ്ട് ഭാരപ്പെട്ട് ഇതുവരെ എന്താ എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കാത്തത്, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വഴി തുറക്കാത്തത് എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നുവെന്ന് ആത്മാവിന് എനിക്ക് ബോധ്യമുണ്ട്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് ഈ വചനത്തിന്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, കടലിനടിയിലൂടെ വഴി തുറക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്.
നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഭാരങ്ങളും ഒക്കെ നിൽക്കുന്ന സമയത്തും നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ ദൈവത്തിലാണ് നമ്മൾ ഉറയ്ക്കേണ്ടത്. ദൈവത്തിൽ ഉറയ്ക്കണം. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമെന്നല്ല, നമുക്ക് നേരെ പിശാച് അതിന്റെ പദ്ധതികൾ ഇണക്കുന്നില്ലെന്നല്ല. അതൊക്കെ ഒരു ഭാഗത്തുള്ളപ്പോഴും അതെല്ലാം നിൽക്കുമ്പോഴും നാം നമ്മുടെ ദൈവത്തിൽ ധൈര്യപ്പെടണം. ദാവീദ് അങ്ങനെ ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴും അവൻ അവന്റെ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ. ഞാൻ ഈ പറയുമ്പോൾ ഇതൊരു സാധാരണ കാര്യമായിട്ട് പാസ്റ്റർ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ അറിയത്തില്ലോ, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലയോ ദൈവം. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യനും എത്ര ധൈര്യം പറയുന്നവനും എത്ര വിശ്വാസം ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുന്നത്, എത്ര വിശ്വാസം പറയുന്നവനും അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് വരുമ്പോ ഒരു മിനിറ്റ് ദാവീദ് ചിന്തിച്ചതുപോലെ ചിന്തിക്കും. എന്റെ മേൽ ആ വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, എന്നെ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ശരിയാണോ? എന്തുകൊണ്ടാ ഈ പറയുന്ന കാര്യങ്ങൾക്കൊരു നടത്തിപ്പ് വരാത്തത്? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പങ്കുവെക്കുന്ന ഈ വചനത്തിനകത്ത് എനിക്കൊരു കാര്യം ഉറപ്പ് പറയാനുണ്ട്. 2024 ഡിസംബർ 31 മുമ്പായി നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആയിരിക്കും. ഒരു സംശയവും അതിന് വേണ്ട. പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല, അവൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവമാ. അവൻ ഒരിക്കലും ഹല്ലേലൂയ വാക്ക് മാറ്റി പറയത്തില്ല. നമ്മളൊക്കെ പലപ്പോഴും പലരോടും സോറി പറയാൻ പറ്റും. നമ്മൾ സോറി പറയും. ഹല്ലേലൂയ, അയ്യോ തെറ്റിപ്പോയി എന്ന് നമുക്ക് പറയാം. പക്ഷെ എൻ്റെ ദൈവം അവന്റെ വായിന്ന് പുറപ്പെട്ട ഒരു വാക്ക് പോലും തിരുത്താൻ അവനൊരുങ്ങത്തില്ല. കാരണം നടക്കാൻ വയ്യാത്ത, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഇല്ല. പ്രിയമുള്ളവരെ, അസാധ്യമെന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ ദൈവത്തിനില്ല. അത്രമാത്രം പ്രശ്നത്തിനകത്തിരിക്കുമ്പോഴും ദാവീദിനോട് നമുക്ക് ചോദിക്കാം, ദാവീദേ, ഈ മരുഭൂമിയിൽ നിനക്ക് ഇസ്രായേലിന്റെ രാജാവായിട്ടുള്ള അഭിഷേകത്തിന്റെ നിറവിൽ നിൽക്കാൻ വേണ്ടി ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോ, ഹല്ലേലൂയ, അതിനുവേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുമ്പോ, അതിനുവേണ്ടി ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുമ്പോ, എന്തുകൊണ്ടാ ഈ മരുഭൂമിയിലേക്ക് വരേണ്ട വരുന്നത്? ഇവിടെ വന്നിട്ടും അവന്റെ ഹൃദയം കൊണ്ട് അവൻ ചിന്തിച്ചു പോയി, എല്ലാ മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന്. അത് ദാവീദ് വിളിച്ചു പറയുക, എല്ലാ മനുഷ്യരും. അപ്പോ അവൻ ചിന്തിച്ചത്, എന്നോട് വാഗ്ദത്തം പറഞ്ഞ ശമൂവേല് പറഞ്ഞത് പോലും ഭോഷ്കായിരുന്നു എന്ന് അവന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു എന്ന വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് അങ്ങനെ ചിന്തിച്ച് അവന്റെ സാഹചര്യം അത്രത്തോളം വേഴ്സായിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കൃപയാൽ അത്രമാത്രം പ്രശ്നത്തിലായിട്ടും ദാവീദിന് തന്റെ ഇടത്തോടെ പറയാൻ, ദൈവമേ, നീ എൻ്റെ ദൈവം. ഈ പ്രയർ ലൈനിലുള്ളവർക്ക്, ഇതിനകത്ത് ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, ദൈവത്തെ നിനക്ക് പരിചയമുണ്ടോ? ദൈവത്തെ എത്ര നാളായി ഹല്ലേലൂയ കാണുന്നുണ്ട്? എന്തെങ്കിലും പോരാട്ടത്തിന്റെ നടുവിലിട്ട് കറങ്ങാൻ വേണ്ടി വിട്ടേച്ച് മാറി നിന്ന് ചിരിക്കുന്നവനല്ല എൻ്റെ ദൈവം. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന പ്രശ്നങ്ങളും നീ കടന്നു പോകുന്ന പാതകളും ദൈവം നൽകിയതെന്ന് ചിന്തിക്കാതെ അതിനകത്തുനിന്ന് പുറത്തു വരാൻ വേണ്ടി ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. എന്നാൽ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമെന്നല്ല ഞാൻ പറയുന്നത്. ജീവിതത്തിന്റെ പല മേഖലകൾക്കകത്ത് ഹല്ലേലൂയ പല വിഷയങ്ങളിലൂടെ ഭാരപ്പെടുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഇന്ന് ഹല്ലേലൂയ എന്റെ മുമ്പിൽ ഞാൻ കാണുന്ന 1-2 വെളിപ്പാടിനകത്ത് ഞാൻ ധൈര്യത്തോടെ പറയുകയാ, ചില അസ്ഥികൾ തമ്മിൽ ചേരുന്നത് പോലെ ദൈവം ചിലതിനെ ചേർത്ത് വെക്കുന്ന ചില അനുഭവങ്ങൾ ഇതിനകത്തുണ്ടാകും. അത് ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയമായിട്ട് ഞാൻ കേട്ടതാ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം ഞാൻ കേട്ട ഒരു വാക്ക് ദൂതായി പറഞ്ഞെന്ന് പറഞ്ഞാലും അതിനകത്ത് ഹല്ലേലൂയ യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയുക, അസ്ഥികൾ തമ്മിൽ ചേരുന്ന ഒരു വെളിപ്പാട് എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ച ആ വിഷയത്തിന് മേലെ ഒരു ദൈവപ്രവൃത്തി കാണുമെന്ന്
വരുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ചില മുറിഞ്ഞു പോയ ബന്ധങ്ങൾ ചേർന്ന് വരുമെന്ന്. ഹല്ലേലൂയ. ഇതുവരെ ചേരാത്ത അല്ലെങ്കിൽ ചില വിവാഹത്തിന് വേണ്ടി അതാണ് എന്നോട് കൂടുതലായിട്ട് ദൈവത്തിനാത്മാവ് ഇടപെടുന്നത്. വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടും പിള്ളേർ തലമുറകൾ അതിലേക്ക് വരാൻ കഴിയാതെ, അവരുടെ വിവാഹ ബന്ധത്തിലേക്ക് കയറാൻ കഴിയാതെ ഒക്കെ നിൽക്കുന്ന, പ്രായം മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് നടുവിൽ ഭാരത്തോടെ ഇരിക്കുന്ന ആരെയോ ദൈവാത്മാവ് ഇന്ന് പകൽ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് തന്നെ അതിനു വേണ്ടിയുള്ള ഒരു വഴി തുറക്കുകയാ ദൈവം. അതിനു വേണ്ടിയുള്ള ഒരു ക്രമീകരണം ദൈവം അയക്കുകയാ. നിശ്ചയമായിട്ടും നിന്റെ ജീവിതത്തിൽ നിന്റെ തലമുറയുടെ നന്മ കാണാൻ നിനക്ക് കഴിയുമെന്ന് ഉറപ്പായിട്ട് ഹല്ലേലൂയ ആത്മാവ് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ എന്നോട് ആവശ്യപ്പെടുമ്പോ ഞാനത് വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ കാണാത്ത ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചോദിച്ചിട്ട് പറഞ്ഞിട്ട് പിള്ളേര് പോലും അടുത്തു വരാൻ കഴിയാതെ ഇരിക്കുന്നവരും ഉണ്ടായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ ചില പദ്ധതികൾ ദൈവം ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാ. അതിന് വിരോധമായിട്ട് അവരുടെ മേൽ ആവസിച്ച് നിൽക്കുന്ന ചില പൗരോഹിത്യ ബന്ധനങ്ങൾ പോലെ പാരമ്പര്യ ശക്തികൾ അവരെ പിടിച്ചു നിൽക്കുന്ന ചില മണ്ഡലങ്ങളെ ഈ പകൽ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വെട്ടിക്കളയുകയാ. യേശുവിന്റെ നാമത്തിൽ അതിന്മേലൊരു ജയം സംഭവിക്കട്ടെ. അത്രമാത്രം പ്രശ്നത്തിനകത്തിരിക്കുന്ന ദാവീദിന്റെ മേലും അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ദാവീദെ അഭിഷേകം കിട്ടിയത് കൊണ്ട് നീ കൊട്ടാരത്തിലെത്തിയില്ല. രാജാവായിട്ടുള്ള അഭിഷേകം കിട്ടിയത് കൊണ്ട് നീ സിംഹാസനത്തിൽ ഇരുന്നില്ല. അതിനു മുമ്പ് ഒരു മരുഭൂമി നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നും മരുഭൂമിയല്ല, മരുഭൂമിക്ക് ഒരു അവസാനമുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തന. അവൻ അതിലേക്ക് കൊണ്ടുചെന്ന് നമ്മളെ ഇരുത്തുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. എന്തിനു വേണ്ടിയാ നമ്മളെ ഓരോരുത്തരും ദൈവം വിളിച്ചതെന്നാണ് നല്ല ബോധ്യം നമ്മുടെ അകത്തുണ്ടാവണം. ഹല്ലേലൂയ. ആ ബോധ്യത്തിനകത്ത് നാം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ മേൽ പകരപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം വെറും അന്യഭാഷയിൽ അവസാനിക്കുന്നതല്ല. ഹല്ലേലൂയ. കുറച്ചു നേരം പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം തീരുന്നതല്ല. അതെല്ലാം ആവശ്യമാ, അതൊന്നും കുറച്ച് കാണല്ല. പക്ഷേ അതെല്ലാം ഉള്ള സമയത്തു തന്നെ നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യാൻ, ഈ ഭൂമിയിൽ ചിലത് ചെയ്യാൻ, ചിലരെ നേടാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ചില പ്രവർത്തികൾ ചെയ്യാൻ ഒക്കെ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്ന ചില മേഖലകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി ഏൽപ്പിക്കുമ്പോ ഹല്ലേലൂയ. വചനം സംസാരിച്ച ആള് സംസാരിക്കുന്ന കേട്ടു. ഇയ്യോബിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഇയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയ പോലെ വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക നല്ല കാര്യമാണ്, പ്രാർത്ഥിക്കുക. അപ്പൊ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുക. നിന്റെ മേലുള്ള നിയോഗത്തെ തിരിച്ചറിഞ്ഞ് ചില പദ്ധതികൾക്ക് വേണ്ടി ചിന്തകൾ ഹല്ലേലൂയ അതിനുവേണ്ടി ഒരുക്കി സുവിശേഷമാരോടെല്ലാം പങ്കുവെക്കാൻ ആത്മാവ് ഇടപെട്ടിട്ടുണ്ടല്ലോ. പങ്കുവെക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നിശ്ചയം നിന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയുന്നത് ഹല്ലേലൂയ, ഞാനൊരു അനുഭവത്തിലേക്ക് പോകത്തില്ലെന്നല്ല. പക്ഷേ അതിനകത്ത് എല്ലാ വിഷയങ്ങളിലേക്ക് ഞാൻ ഇന്ന് പകൽ കയറുവാൻ ആത്മാവ് എനിക്കൊരു ഫ്രീഡം തന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനകത്ത് കയറാത്തത് സത്യത്തിൽ. ഹല്ലേലൂയ. എനിക്ക് എന്റെ മുമ്പിൽ ഒരു വചനം തുറന്നു തരികയായിരുന്നു ദൈവം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാ. തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവൻ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. ദൈവത്തെ കുറിച്ച് ഒരു പരിജ്ഞാനം വേണം. ദൈവം നമ്മൾ എന്തെങ്കിലും കേട്ടത്, ദാവീദ് കണ്ട ദൈവം നമുക്ക് നല്ല കാര്യമാ, അബ്രഹാം കണ്ട ദൈവം നല്ല കാര്യമാ, ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷെ വ്യക്തിപരമായി ഇന്ന് പകൽ ആത്മാവിനെ വിളിച്ച് പറയാം, വ്യക്തിപരമായി നിനക്കെന്റെ ദൈവത്തോടൊരു ബന്ധമുണ്ടോ? ദൈവത്തെ രുചിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? ദൈവത്തെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? നിന്റെ തലമേൽ അഭിഷേകം വീണിട്ടുണ്ടായിരിക്കാം. നിന്റെ മേൽ നീ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം. ദൈവസന്നിധിയിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വിശുദ്ധ ജീവിതം നടത്തുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ ഒരു ഭാഗത്തുള്ളപ്പോഴും ദൈവത്തെ എത്രമാത്രം പരിചയമുണ്ട് നിനക്ക്? ദൈവത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കാൻ നിനക്ക് പറ്റുന്നുണ്ട്? ഇന്ന് പകൽ ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ നടുവിൽ മനസ്സ് പതറിപ്പോവുകയാണോ? ഹല്ലേലൂയ. ഞാനൊരു വാക്യം വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.
ആ വാക്യം മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം മുതൽ താഴോട്ട് വരുമ്പോ ദൈവം യേശു അവരോട് നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് അക്കരയ്ക്ക് പോകാൻ പടകിൽ കയറി പോകുന്ന ഒരു സമയം ശിഷ്യന്മാർ ഹല്ലേലൂയ പടക് യേശു പടകിനകത്തുണ്ട്. ശിഷ്യന്മാർ പടക് തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കാറ്റടിച്ചു, തിരമാല വന്നു, പ്രശ്നങ്ങളായി, അത്രമാത്രം പ്രശ്നങ്ങളായി. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സംഭവമായി. പക്ഷെ അതിനകത്തൊരു ചോദ്യമുണ്ട്. യേശു ചോദിക്കുന്ന ഒരു ചോദ്യം, അവനെ വിളിച്ചുണർത്തി അവൻ എഴുന്നേറ്റ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. 40-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. ഈ ചോദ്യം ചോദിക്കാനായി ഇന്ന് പകൽ എന്നോട് ആത്മാവ് പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലേ? എൻ്റെ ദൈവത്തെ ഇപ്പോഴും വിശ്വാസം ഇല്ലേ? നാളുകളായിട്ട് പ്രയർ ലൈൻ ഉണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, വചനം കേൾക്കുന്നുണ്ടായിരിക്കാം, ദൈവസന്നിധിയിൽ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നുണ്ടായിരിക്കാം, പലതിൻ്റെ മറുപടി കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ നീ ഇന്നായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒക്കെ നടുവിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുമ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് അവർ കണ്ടു. ദൈവം യേശു അവൻ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ഇത് കട്ടായി പോയോ? ഇല്ല മാസ്റ്റർ, കേൾക്കുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. ഹല്ലേലൂയ. എന്റെ ലാപ്ടോപ്പിൽ അത് കട്ടായതുപോലെ കണ്ടു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ. അവർക്ക് നല്ല പരിചയമാണ്, കടല് നല്ല പരിചയമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ നടന്ന അത്ഭുതങ്ങൾ കണ്ട് യേശുവിനെ നല്ല പോലെ അറിയാം. ഈ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് അവർക്ക് നിൽക്കുമ്പോഴും ഹല്ലേലൂയ, യേശു പടകിനകത്തുണ്ട്. നമുക്കിത് ഇതിനെ കേട്ട് നമ്മൾ ഒരുപാട് മെസ്സേജുകൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതിനകം തന്നെ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ഇതെല്ലാമായിട്ട് ഇത്രയും കർത്താവ് കൂടെ ഇരുന്നിട്ട് നമുക്ക് ഈ പറയുന്ന ശിഷ്യന്മാരോട്, ഇവന്മാരെന്ത് പാർട്ടികളാ, ഇവർക്ക് കർത്താവ് കൂടെ ഇരുന്നിട്ട് ഇവന്മാർക്ക് വിശ്വാസം ഇല്ലാഞ്ഞ. ഇത് തന്നെയല്ലേ നമ്മളും? നമ്മുടെ പടകിൽ യേശു ഇല്ലേ? നമ്മുടെ അകത്ത് യേശു ഇല്ലേ? ഹല്ലേലൂയ. നമ്മുടെ അകത്ത് യേശുവിന്റെ സാന്നിധ്യം ഇല്ലേ? അറിയാൻ കഴിയുന്നില്ലേ? ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ അകത്ത് യേശുവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നില്ലേ? ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നമ്മൾ ഹല്ലേലൂയ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവരെ പോലെ തന്നെയല്ലേ നാമും? ഒരു കാറ്റടിച്ചു, ഹല്ലേലൂയ, തിരമാല പൊങ്ങി. അപ്പൊ അവരുടെ നോർമൽ ബുദ്ധിയാണ് വെളിയിൽ വരുന്നത്. നോർമൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പടകിനെ കുറിച്ച് അവർക്ക് നല്ലപോലെ അറിയാം. ഹല്ലേലൂയ. ഈ പറയുന്ന ഹല്ലേലൂയ വെള്ളത്തെ കുറിച്ച് അവർക്ക് നല്ലപോലെ അറിയാം. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചും അവർക്ക് നല്ലപോലെ അറിയാം. ഇത്രമാത്രം സാഹചര്യത്തിന് നടുവിൽ ഇരിക്കുന്ന ഉടനെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഹല്ലേലൂയ അവരുടെ മനസ്സുകൊണ്ട് അവർ ആ സാധാരണ കാര്യത്തിലേക്ക് ഹല്ലേലൂയ അവർ ആയിരിക്കുമ്പോ ഹല്ലേലൂയ സ്തോത്രം, അവരുടെ മുൻപിൽ അവർ പതറി നിൽക്കുകയാ. എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. എന്താ സാഹചര്യം എന്ന് അവർക്കറിയില്ല. ഹല്ലേലൂയ. അത്രമാത്രം പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവിനകത്ത് ഹല്ലേലൂയ അവർ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിക്കുന്നു എന്നൊന്നും അവർക്ക് ചിന്തിക്കാനൊന്നും നേരമില്ല. അവർ അവിടെ നിന്നോട് ചിന്തിക്കുകയാണ്, ഈ പടക് ഇപ്പൊ മുങ്ങി തീരുമെന്നൊക്കെ. പക്ഷെ ഇതുപോലെ തന്നെയല്ലേ നമ്മളും? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ അനുഭവങ്ങളും അതുപോലെ തന്നെയല്ലേ വരുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ മേഖലയിൽ ഹല്ലേലൂയ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മനസ്സ് അങ്ങനെയല്ലേ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ചോദിച്ചോണം. ഇന്നത്തെ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കണം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇപ്പോഴും വിശ്വാസം ഇല്ലേ? ആരെ വിശ്വസിക്കണം? സഹോദരങ്ങളെ വിശ്വസിക്കുന്ന കാര്യമല്ല പറഞ്ഞേ. ജീവിത പങ്കാളിയെ വിശ്വസിക്കുന്ന കാര്യമല്ല പറഞ്ഞേ.
ആമേൻ. നമ്മുടെ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന കാര്യമല്ല പറഞ്ഞേ. നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തെ നിനക്ക് പരിചയമുണ്ടോ? ആമേൻ. നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ആമേൻ. ഹല്ലേലൂയ. പൗലോസിനോട് ചോദിച്ച പൗലോസ് ഒരു കാര്യം തന്നെയാണ് പറഞ്ഞു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ കാപ്പാൻ അവൻ ശക്തൻ. ഹല്ലേലൂയ. ആമീൻ. ഇന്ന് പകൽ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ അതൊന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ ദൈവം നമ്മളെ നടത്തിയിരിക്കും. നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ആമേൻ. വിവിധ അനുഭവങ്ങളിലൂടെ വന്ന ഒരാളാണ് ഞാൻ. വിവിധ അനുഭവങ്ങളിലൂടെ ആമേൻ. ഞാൻ കടന്നുപോയ ആമീൻ പല അനുഭവങ്ങൾക്ക് നടുവിൽ ഒരു ഭാഗം മാത്രം ഞാനൊന്ന് ആമീൻ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമീൻ. സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമീൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ഭാഗം മാത്രം ഞാൻ പറയാം. ഹല്ലേലൂയ. ആമീൻ. ഈ ഹല്ലേലൂയ ദൈവം നന്മയല്ലാതൊന്നും ചെയ്യത്തില്ലെന്ന് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ആമീൻ ഹൃദയം കൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം എൻ്റെ ദൈവത്തെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം നന്മ ചെയ്യൂ എന്ന് പറയാൻ പറ്റൂ. ആമീൻ. ദൈവം നന്മ ചെയ്യൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ വരുന്ന സകലത്തിൻ്റെ മുമ്പിലും ദൈവം നമ്മളെ ആമീൻ നടത്തുന്ന നമുക്ക് നല്ല ഉറപ്പ് വേണം. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. സ്തോത്രം. ആമീൻ. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് പറയുക ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു എന്ന്. പൗലോസ് ആമീൻ തീമോത്തിയോസിനോട് 2 തീമോത്തിയോസ് 1 അധ്യായത്തിലാണ് പറയുന്നത് അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ആമീൻ. ഹല്ലേലൂയ. എല്ലാം സഹിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എനിക്കറിയാം. അപ്പൊ ഇന്ന് പകൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ ദൈവത്തെ വിശ്വസിക്കുക ഇപ്പോഴും വിശ്വാസം ഉണ്ടോ? ആമീൻ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ. ഹല്ലേലൂയ. ആമീൻ. ആമീൻ. ഹല്ലേലൂയ. ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. ആമീൻ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ ഒന്ന് കയറുകയാണ്. ജീവിതത്തിൽ ആമീൻ എനിക്ക് തോന്നുന്ന 2000 മുതൽ ആമീൻ ഹല്ലേലൂയ ശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. 2000 മുതൽ 1998 മുതലൊക്കെ ആമീൻ ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമീൻ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനൊക്കെ തുടങ്ങിയ ഒരാളാണ്. 2000 ഒക്കെ ആയപ്പോൾ സ്ട്രോങ് ആയിട്ട് ആമീൻ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടൊക്കെ 2000-ലായി. അത് കഴിഞ്ഞ് ആമീൻ 2002 ആയപ്പോഴത്തേക്ക് മറ്റ് ആമീൻ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. ആമേൻ. അങ്ങനെ ഇരിക്കെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദിവസം എന്നോട് ആമീൻ ഹല്ലേലൂയ സംസാരിക്കുവാൻ തുടങ്ങി. ആമീൻ. അതിനു മുമ്പ് ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ആമീൻ. അന്ന് ഞാൻ ആമീൻ എൻ്റെ വൈഫ് ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ ആമീൻ എവിടെ യാത്ര ചെയ്താലും മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവള് ആമീൻ ആ സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്നയാളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രൈസ് ദി ലോർഡ് അവളോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. അവൾ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു, ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചുമ്മാ ഇരിക്കുക, വേറെ പണികളിലൊന്നും അങ്ങനെയൊന്നും ദൈവം ഇടപെടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഒരു ആത്മീയ അഹങ്കാരമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവത്തെ എനിക്ക് നല്ല പരിചയം, ദൈവം അങ്ങനൊന്നും ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ അതിനു വേണ്ടി ഈ കുറച്ച് സമയങ്ങൾ ആമീൻ വേർതിരിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു. ആമീൻ ഈ പറഞ്ഞതിന് ഒരു 2-3 മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനൊരു ദിവസം ദൈവസന്നിധിയിൽ അതിനു വേണ്ടി അല്പസമയങ്ങൾ ചെലവഴിക്കാൻ വേണ്ടത്. ആ ദൈവത്തോട് ഇടപെടാൻ തുടങ്ങിയപ്പോൾ ദൈവം ഇടപെടുന്ന ഇടപെടൽ ഒരിക്കലും ആമേൻ പ്രൈസ് ദി ലോർഡ് സാധാരണ നിലവാരത്തിലല്ല. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ സംഭവിക്കും എന്ന് എനിക്ക് തോന്നിപ്പോയി. ആമീൻ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ ശക്തമായ ഒരു ഉപവാസത്തിലേക്ക് കയറുവാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ അങ്ങനെ ഒരു ഉപവാസത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ദൈവസന്നിധിയിൽ തീരുമാനിച്ച് അങ്ങനെ കയറി. ആമേൻ. ഞാൻ എൻ്റെ ഉപവാസം എന്ന് പറഞ്ഞാൽ മുറിക്ക് പുറത്ത് വരത്തില്ല, ഞാൻ മുറിക്കകത്തിരിക്കത്തേ ഉള്ളൂ. ഞാൻ മുറിക്കകത്തിരുന്ന്
ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പുറം ലോകവുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ എനിക്ക് ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെങ്കിൽ നിന്നൊരു മറുപടി വേണം ഈ വിഷയത്തിൻ്റെ മേൽ. കാരണം പ്രവാചകന്മാർ പോലും അങ്ങനെയുള്ള കാര്യത്തെ ഇടപെടാൻ തുടങ്ങിയ ഒരു സമയമായി. അതുകൊണ്ട് അങ്ങനെ ദൈവസന്നിധിയിൽ ഞാൻ സമയങ്ങൾ ചെലവഴിച്ചു. 1 ദിവസം, 2 ദിവസം, 3 ദിവസം ഇങ്ങനെ വെളിയിലുള്ള എൻ്റെ വൈഫാണെങ്കിൽ വെള്ളം കൊണ്ടുവന്ന് മുറിക്കകത്ത് വെക്കും. ഞങ്ങൾ തമ്മിൽ സംസാരിക്കത്ത പോലും ഇല്ല. അങ്ങനെ ആ മുറി അടച്ച് അതിനകത്ത് ഞാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ചില ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഞാൻ രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അല്പം വിശ്രമിക്കാമെന്ന് വിചാരിച്ച് കട്ടിലിൽ കയറി ഒന്ന് കിടക്കുന്ന സമയം പെട്ടെന്ന് എൻ്റെ മേലേക്ക് ആത്മസാന്നിധ്യം ഇറങ്ങി വരാൻ തുടങ്ങി. ഭയങ്കര ശക്തമായ ആത്മസാന്നിധ്യം ഇറങ്ങി വരാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ആ കട്ടിലേ നിലപ്പം ഞാൻ തെറിച്ചു പോകുമോ, താഴെ പോകുമോ എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ അവിടുന്ന് പതുക്കെ പെട്ടെന്ന് ചാടി താഴെ ഇരുന്നു. എൻ്റെ മേലൊരു ഭയങ്കര ആത്മശക്തി വ്യാപരിച്ചു. ആത്മശക്തി വ്യാപരിച്ചെന്ന് പറഞ്ഞാൽ എടുത്ത് മറിച്ച് തന്നെ അത്ര ശക്തമായ ഒരു ആത്മശക്തിയുടെ വ്യാപാരമായിരുന്നു. അങ്ങനെ ഒരു അല്പ മിനിറ്റുകൾ അതിനുശേഷം ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ നിൽപ്പുണ്ട്. വെള്ള വസ്ത്രധാരിയായ ഒരാൾ. ഇതായിരുന്നു എൻ്റെ ആവശ്യം തന്നെ. ദൈവസന്നിധി ഞാൻ ചോദിച്ചിരുന്നു. ഒരു പ്രവാചകനിലൂടെ കേട്ടാൽ പറ്റില്ല, എനിക്ക് എൻ്റെ യേശു നേരിട്ട് സംസാരിക്കണം. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഞാൻ അവിടെ ദൈവത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് വരാൻ എൻ്റെ കർത്താവിന് മാത്രമേ പറ്റൂ. പെട്ടെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പല കാര്യങ്ങളിലേക്ക് ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വൈഫിനെ, എൻ്റെ ഭാര്യയെ എനിക്ക് തിരികെ വേണം. എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, അങ്ങനെ സംഭവം ഉണ്ടാവില്ല. ഹല്ലേലൂയ. ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ദൈവത്തോട് ചോദിച്ചാൽ പിടിച്ചാൽ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചു. എന്നോട് പറഞ്ഞു പറ്റില്ല. ഞാൻ ചോദിച്ചു അതിൻ്റെ കാര്യം എന്താ? ഹല്ലേലൂയ. ആ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ കേട്ട മറുപടി ഇങ്ങനെയാണ്. അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എനിക്കത് മനസ്സിലാക്കാൻ ഇന്നും പറ്റിയിട്ടില്ല. പക്ഷേ അതിൻ്റെ മുമ്പിൽ ഞാൻ പൊട്ടിപ്പോയി. ഞാൻ കരഞ്ഞ് നിലവിളിച്ചു, കണ്ണടച്ച് ഹല്ലേലൂയ. ചില സെക്കൻഡുകൾ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്ന് നോക്കും, എൻ്റെ മുമ്പിൽ ആളില്ല. ഞാൻ ഉപവാസം അവസാനിപ്പിച്ച് എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന കൊണ്ടോ എൻ്റെ പിടുത്തം കൊണ്ടോ പുറകോട്ട് പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആയിത്തീർന്നിരിക്കുന്നു. ആ വർഷത്തിൻ്റെ അവസാന സമയമായപ്പോൾ ഏകദേശം നവംബർ അവസാനം, നവംബർ 28 29 ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ അവർ വിളിച്ചിരുന്നത് കൊണ്ട് അതിന് യാത്രയായി. അത് ഞാൻ നാട്ടിലാണ്. അങ്ങനെ ഞാൻ ഇംഗ്ലണ്ടിൽ പോയി. എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഇംഗ്ലണ്ടിൽ വെച്ച് തന്നെ എന്നോട് ഒരാൾ ആത്മാവിൽ ദൂത് പറയുകയൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ മടങ്ങി ഡിസംബർ 29 ഞാൻ തിരിച്ച് നാട്ടിലെത്തി. ഞാനങ്ങനെ നാട്ടിലെത്തി. ഞാൻ എയർപോർട്ടിൽ നിന്ന് എൻ്റെ വീട് 3 മണിക്കൂറോളം ട്രാവൽ ചെയ്യണം. അവിടെ എത്തി, വീട്ടിലെത്തി. ഞാൻ എൻ്റെ വൈഫുമായിട്ട് കണ്ടു. അപ്പം ഞങ്ങൾക്കൊരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകണമായിരുന്നു. എൻ്റെ വീട് റാന്നിയിലാണ്. അവിടുന്ന് ഞങ്ങൾ പത്തനംതിട്ട ഉള്ള ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് യാത്രയാവുകയാണ്. അപ്പം അതുവരെ ഞാൻ അറിഞ്ഞില്ല. അന്നേരം അറിയുന്നത് 3 ദിവസം മുമ്പ് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരി അവളോട് വന്ന് ദൂത് പറഞ്ഞു, ഇന്നലെ രാത്രി ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ. അങ്ങനെയല്ല, ആ വാക്ക് ശരിക്കും ഒരുക്കം പൂർത്തീകരിക്കാൻ സമയമായി എന്നാണ്. ആ 3 ദിവസമായിട്ട് അവൾ ഉപവാസമായിരുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ആ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടുന്ന് യാത്രയായി. ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് ഏകദേശം 10-12 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് പോലും ആയി കാണത്തില്ല, ഉദിമൂട് എന്ന് പറഞ്ഞ സ്ഥലം എത്തിയപ്പോൾ. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു JCB വന്ന് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ വീട് പണ്ട് നമ്മൾ പൊളിച്ചു പണിതപ്പോൾ അടിസ്ഥാനം വരെ മാന്തി പുതിയൊരു വീട് വെച്ചില്ലേ, അതുപോലെ അതാ ഒരു JCB വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കുടുംബം ഹല്ലേലൂയ പണിയപ്പെടാൻ പോവുകയാന്നൊക്കെ. ഞാൻ പറഞ്ഞു, നമ്മുടെ വീടൊക്കെ ഓൾറെഡി വെച്ചതല്ലേ എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മുടെ കുടുംബം, നമ്മൾ രണ്ടും വേർപെടാനുള്ള സമയമായി. പ്രിയമുള്ളവരെ, ഞാൻ ചോദിച്ചു, നിനക്കിത് വേറെ ഒന്നും പറയാനില്ലെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉണ്ട്.
നിങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ ഒരുപാട് പേർ സൗഖ്യമാകും, ഒരുപാട് പേർ വിടുവിക്കപ്പെടും. പക്ഷേ നിത്യത നഷ്ടപ്പെടുന്നൊന്നും ജീവിതത്തിൽ വരാതിരിക്കാൻ നോക്കണേ. ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞു തീർന്നില്ല. അപ്പോൾ തന്നെ ഒരു ഓപ്പോസിറ്റ് വന്നൊരു വണ്ടിയുമായിട്ട് ഞങ്ങളുടെ വണ്ടി കൂട്ടിയിടിച്ചു. ഓൺ ദ സ്പോട്ടിൽ അവൾ ഈ ലോകത്ത് നിന്ന് യാത്രയായി. എൻ്റെ ശരീരം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബോധമൊന്നുമില്ല. അവിടുന്ന് മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മുത്തൂറ്റ് നിന്ന് അവിടുന്ന് പുഷ്പഗിരി കൊണ്ടുപോയി. എൻ്റെ ഒരു കാല് മുറിഞ്ഞ് മുട്ടിൻ്റെ അവിടെ വെച്ച് 2 പീസായിപ്പോയി. ഈ ഇടത്തെ കാല് 2 ഒടിവ്, വലത്തെ കാല് ആണ് മുറിഞ്ഞത്. അതിൻ്റെ താഴ്വശം ഒടിഞ്ഞു. കൈ ഒടിഞ്ഞു. ഞാൻ സീരിയസ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ, ജീവിക്കുമെന്ന് പോലും സംശയമുള്ള രീതിയിലുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. ഏതായാലും വൈകുന്നേരത്തേക്ക് എന്നെ എറണാകുളത്തുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ എത്തി അവരുടെ രാത്രിയിലത്തെ അവരുടെ സർജറി എല്ലാം കഴിഞ്ഞിട്ട് എന്നെ റൂമിലേക്ക് മാറ്റുമ്പോൾ കൃപയാൽ എൻ്റെ കാലിലെ വെയിലെല്ലാം തിരിച്ച് ജോയിൻ ചെയ്തു. ഇന്നും ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എൻ്റെ സ്വന്തം കാലിൽ തന്നെയാണ്. കർത്താവിൻ്റെ കൃപ ദൈവം എന്നെ നടത്തി. ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടെ ബെഡിൽ ICUവിനകത്ത് കിടക്കുമ്പോൾ എൻ്റെ ഒരു കാല് അവരെ ചേർത്തതെല്ലാം കൂടെ ഒരു ഇതിൽ കെട്ടി തൂക്കി മേലോട്ട് കിടത്തി തൂക്കിയിട്ടിട്ടുണ്ട്. അടുത്തൊരു കാല് ഒരു സ്ലാബ് കോൺക്രീറ്റ് ഒരു ഇതുപോലൊരു സാധനത്തിൽ വെച്ച് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൈ ഒടിഞ്ഞ് അത് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതൊരു സാഹചര്യത്തിൽ ഞാൻ അവിടെ കിടക്കുകയാണ്. ഞാൻ ആ കിടക്കുന്ന സമയത്ത് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങി. ഞാൻ ആ കിടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതായത് എൻ്റെ റൂമിൽ അനുഭവിച്ച അതേ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ ആ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എല്ലാം റീകളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെയോ ആക്സിഡന്റ് നടന്നു. ഞാൻ ഓർത്തു വന്നപ്പോൾ ഇന്നലെ ഞാൻ യാത്ര ചെയ്തൊക്കെ ഞാൻ ഓർമ്മ വന്നു. ആ സമയത്ത് പെട്ടെന്ന് ഈ ദൈവ സാന്നിധ്യം ശക്തമായിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. ഹല്ലേലൂയ. ഞാനപ്പം ഇനി എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ശബ്ദം കേട്ടത് ഞാൻ അവളെ എൻ്റെ സന്നദ്ധിയിൽ ചേർത്തു. അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ, ഇത്രയും ദൂതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അതുപോലെയുള്ള ഒരു ചിന്താഗതിയിലും അനുഭവത്തിലും ഒക്കെ ആയിരുന്നു ഞാൻ അന്നേരം. പക്ഷേ എന്തോ എനിക്കറിയില്ല, ഭയങ്കരമായിട്ടൊരു ദൈവസാന്നിധ്യം എൻ്റെ മേലിറങ്ങി. എനിക്കൊന്ന് പൊട്ടിക്കറിയാൻ പോലും കഴിയാത്ത രീതിയിൽ കൃപ കൊണ്ട് എന്നെ നിറച്ചിരിക്കുകയാണ്. അത്രമാത്രമുള്ള അനുഭവത്തിലൂടെ ഞാൻ ആയിരിക്കുന്ന സമയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ആ കിടപ്പ് ഹല്ലേലൂയ അനങ്ങാൻ വയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ഏകദേശം 16 ദിവസം കിടക്കേണ്ടവർ. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറഞ്ഞു അവരുടെ വൈഫിൻ്റെ അടക്കം നടത്തണ്ട. ഇപ്പം എൻ്റെ ബ്ലഡിൽ ബോൺ മാരോ മിക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അടക്കം നടത്താൻ ഒരുമിച്ച് അടക്കാമെന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞു. പക്ഷെ 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇല്ല, ഇനി മരിക്കില്ല. ഇന്നും ദൈവകൃപയിൽ 2010 നടന്ന കാര്യമാണ്. അതിനുശേഷം ഇപ്പോൾ 13 വർഷങ്ങൾ കഴിഞ്ഞ് 14-ാമത്തെ വർഷം 14 വർഷം ആകുന്നു. ആ സാഹചര്യം അത്രമാത്രം അതായിട്ട് ഞാൻ ആ കിടക്കയിൽ ഒരു 16 ദിവസം അനങ്ങാൻ വയ്യാതെ കിടന്നു. ആ 16-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തപ്പി നോക്കുമ്പം ഇത് ഇങ്ങനെ 2 കാലും പ്ലാസ്റ്റർ, ഒരു കൈ ഈ പ്ലാസ്റ്റർ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ തപ്പി നോക്കുമ്പോൾ നനഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ ബാക്ക് സൈഡൊക്കെ നനഞ്ഞിരിക്കുന്ന പോലെ തോന്നി. ഞാൻ എൻ്റെ കൂടെ നിന്ന് ബ്രദറിനോട് ചോദിച്ചു, എന്താ ഇത് നോക്കാവുന്ന. അവർ സിസ്റ്ററിനെ വിളിച്ചുകൊണ്ട് വന്ന് അവർ എന്നെ തിരിച്ച് കിടത്തി നോക്കിയപ്പോൾ എൻ്റെ പുറം മുഴുവൻ പൊട്ടി, എല്ലാം ബെഡ് സോറായി, ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്നു കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അന്നേരം എനിക്ക് ഒത്തിരി മനസ്സ് ഒരുപാട് വിഷമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു ശരിക്കും പറഞ്ഞു.
ദൈവത്തോട് ചോദിച്ചു എന്താ ഇത്, എനിക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതിന് മുമ്പത്തെ അക്സെപ്റ്റ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്, അതൊരു വലിയ ക്രേസിനകത്ത് നിർത്തിയിരിക്കുകയാണ്. പ്രൈസ് അലോൺ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞു, അതൊരു അടുത്തൊരു ദിവസം ഒരു സൺഡേ എന്നെ ഒരു ദൈവദാസനെ വിളിച്ചു. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് എൻ്റെ വിഷമസ്ഥിതി പറഞ്ഞു. ചുരുക്കത്തിൽ ആ ചർച്ച് അവര് അന്ന് പകൽ ആരാധനയ്ക്ക് തുടങ്ങുന്ന സമയത്ത് പാസ്റ്റർ അത് അവിടെ അനൗൺസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവിടെ വചന ശുശ്രൂഷയൊന്നും പിന്നെ നടന്നില്ല. ജനമെല്ലാം കൂട്ടക്കരച്ചില്. കാരണം അവർക്ക് എന്നെ അതുപോലെ അറിയാം. ഞാൻ പല മീറ്റിങ്ങുകൾ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഒരു 12 മണി കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് അദ്ദേഹം കാണുന്നത്. 1 മണിക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബുദ്ധിമുട്ട് ഇപ്പം മാറിയിട്ടുണ്ട്, ഞാൻ കണ്ടോട് തീ ഇറങ്ങുന്നത് കണ്ടു എന്നൊക്കെ. ചുരുക്കത്തിൽ പറഞ്ഞ അന്ന് ഹല്ലേലൂയ ആ സിസ്റ്ററെ ഞാൻ വീണ്ടും വന്ന് എന്നെ ചേഞ്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അവരെന്നെ തിരിച്ച് കിടത്തി അവിടെ വെച്ചിരുന്ന തുണിയൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ പ്രിയമുള്ളവരെ നോർമൽ സ്കിന്നായിട്ട് മാറിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം അത്ഭുതം ചെയ്തു എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാ പറയുന്നത്, എൻ്റെ ദൈവം നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല. ആ കിടപ്പ് ഞാൻ ഏകദേശം 8 മാസം ബെഡ് റിഡൻ ആയിരുന്നു. 8 മാസം. അത്രമാത്രം ഉള്ള ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. പക്ഷെ ഇന്നും ഞാൻ ധൈര്യത്തോടെ എൻ്റെ ദൈവത്തെ ഞാൻ പ്രസംഗിക്കുന്നു. എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, എന്ന് പകലും ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിൽ നന്മയല്ലാതെ ഒന്നും എൻ്റെ ദൈവം ചെയ്യില്ല. ഒരിക്കലും തിന്മ ചെയ്യുന്നവനല്ല എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഈ പറയുന്ന പൗലോസ് പരിചയപ്പെടുത്തിയ ദൈവത്തെയോ ഹല്ലേലൂയ ദാവീദ് കണ്ട ദൈവത്തെയോ അബ്രഹാം കണ്ട ദൈവത്തെയോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഞാൻ രുചിച്ചറിഞ്ഞ എൻ്റെ ദൈവത്തെയാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പലപ്പോഴും നമുക്ക് വേദന ഉള്ളതായി തോന്നാം, സാഹചര്യങ്ങൾ മോശമായി തോന്നാം. പക്ഷേ വിടിവിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. അവനൊരിക്കലും തിന്മ ചെയ്യുന്ന ദൈവം അല്ല, അവൻ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. പകൽ ഹല്ലേലൂയ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾ ഹല്ലേലൂയ പലരുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-2 വാക്കുകളൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. എൻ്റെ സമയം അവസാനിക്കുന്നു എന്ന് എനിക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയ്ക്കകത്ത് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല, ഒരിക്കലും അനാഥരായി വിടത്തില്ല. ഇന്ന് പകരം നിങ്ങൾക്ക് അതൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളെ ഒരിക്കലും എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഇടപെടുമെന്ന് നമുക്ക് പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. നമുക്കങ്ങനെ ചിന്തിക്കാനും പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു ചിന്ത ഇന്ന് പകൽ ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളിൽ ഒരു ധൈര്യം തരട്ടെ. ജീവിതത്തിൻ്റെ പല അനുഭവങ്ങൾക്ക് നടുവിൽ നാം ആയിരിക്കുകയും സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ അനുഭവങ്ങളുമായിട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടായിരിക്കാം ഇതിൻ്റെ നടുവിൽ. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, എൻ്റെ ദൈവം ഒരിക്കലും തിന്മ ചെയ്യുന്ന ദൈവമല്ല. എൻ്റെ ദൈവത്തെ വിശ്വസിക്കാൻ എന്നും നിങ്ങൾക്ക് കഴിയണം. നമുക്ക് ഒരുമിച്ച് ഇത്രയും സാഹചര്യത്തിന്റെ നടുവിലൂടെ വന്ന ഒരാളാണ് നിങ്ങളോട് ഇന്ന് വചനം പങ്കുവെക്കുന്ന സാക്ഷ്യം പങ്കുവെക്കുന്നത്. ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ ഒക്കെ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവാം. ഇതിനേക്കാൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, നീ എൻ്റെ ദൈവം, എൻ്റെ ദൈവം. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. വെള്ളത്തിൽ പടകിനകത്ത് കിടക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ പ്രാണഭയത്തിലായെന്ന എഴുതിയിരിക്കുന്നത്. പ്രാണഭയത്തിലായെന്ന് പറഞ്ഞാൽ അവർ ഒരു സെക്കൻഡ് മതി മുങ്ങിയ തീരുമെന്ന് അവർക്കറിയാം. പക്ഷേ അങ്ങനെ തീരാനല്ല ദൈവം തന്നെ വിളിച്ചതെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? അങ്ങനെ തീരത്തില്ല. നീ ഇതിനകത്ത് മുങ്ങിപ്പോകാനല്ല ദൈവം തന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സമയം ആർക്കെങ്കിലും ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മാറ്റം വരത്തില്ല. അവർ നിത്യതയിൽ ചേർക്കപ്പെടും, അത് വേറെ കാര്യം. പക്ഷേ ഹല്ലേലൂയ, ഞാൻ പറയുന്നത് നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടാതെ
ആമീൻ ഹല്ലേലൂയ, ഒരിക്കലും ഒരു വ്യക്തി പോലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ആമീൻ. പഴയ നിയമ കാലഘട്ടത്തിലാണെങ്കിൽ മരണത്തിന്റെ അധികാരി പിശാചായിരുന്നു. എബ്രായലേഖനം പറയുന്നു, ആമീൻ ഹല്ലേലൂയ, മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ആമീൻ. ശരിക്കും പറഞ്ഞാൽ ദൈവമാണ് ഇന്ന് അധികാരത്തോട് നിൽക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുന്നുണ്ട്. യോഹന്നാന്റെ മുമ്പിൽ വെളിപ്പെട്ട യേശു പറയുക, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് മരണഭയം ആരെയും പിടിച്ച് നിർത്തേണ്ട കാര്യമില്ല. അതാ ഇബ്രാഹിം ലേഖനം പറഞ്ഞ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിന് അധികാരിയായ പിശാചിനെ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ വിടുവിച്ചു. നമ്മൾ മരണത്തെ ഭയക്കേണ്ടവരല്ല, മരണഭീതിയിൽ ജീവിക്കേണ്ടവരല്ല. എന്നാൽ ഹല്ലേലൂയ, ഇപ്പുറത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് അറിയാമെന്ന് പറയാൻ, ദൈവത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് പറയാൻ, ദൈവത്തിൽ ധൈര്യപ്പെടാൻ, ദൈവത്തിൽ ഹല്ലേലൂയ ബലപ്പെടാൻ എത്ര പേർക്ക് കഴിയുമെന്ന് പകൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആഴമേറിയ ദൈവിക വിടുതലുകളെ പകരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ ഇടപെടലുകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാ. ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാ. ശക്തമായി ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ശക്തമായ ചില വിടുതലുകൾ ഇതിനകത്ത് നടക്കുമെന്ന് എനിക്കറിയാം. വെറുതെ അല്ല ഹല്ലേലൂയ ഞാൻ പറയുന്നത് വാക്കുകൾ ഹല്ലേലൂയ എൻ്റെ അകത്ത് ആത്മാവ് തരുന്നത് ഹല്ലേലൂയ മുറിവ് കൂടിയിരിക്കുന്നത് പോലെയുള്ള ചില അനുഭവങ്ങൾ ഹല്ലേലൂയ. ഞാൻ ആദ്യം കണ്ട ഒരു വെളിപ്പാട് ഞാൻ പറഞ്ഞില്ല, അസ്ഥിയോട് ചേരുന്നുവെന്ന്. ആ സമയത്ത് ഞാൻ പറയുന്നത് വിവാഹത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ അത് വീണ്ടും കാണിച്ചിട്ട് പറയുക, ഹല്ലേലൂയ അസ്ഥി സംബന്ധമായ ചില വിഷയങ്ങളെ ദൈവം ഇന്ന് പകൽ സൗഖ്യമാക്കാൻ പോകുക. എത്ര പേർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റും. ഏൽപ്പിച്ചു കൊടുക്കുക. എന്റെ കയ്യിലല്ലേ സൗഖ്യം ഇരിക്കുന്നത്, സൗഖ്യത്തിന് വേണ്ടി ഹല്ലേലൂയ അടിയേറ്റവൻ എന്റെ യേശുവാണ്. അവന്റെ സാന്നിധ്യമാണ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. നമുക്ക് തിരിച്ചറിയാൻ കഴിയണം, നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് നിൽക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ ഹല്ലേലൂയ ആ കൃപയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉദയിപ്പിച്ചു കൊടുക്കാം. ആഴമേറിയ ദൈവിക വിടുതലുകളെ പകരാൻ കഴിയുന്നവരുടെ ദൈവം. അവനെയാ നാം അറിയുന്നത്, അവനെയാ നാം ആരാധിക്കുന്നത്, അവനെയാ നാം സേവിക്കുന്നത്. അത്ഭുതമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയുകയാ, നിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് നടുവിൽ ഹല്ലേലൂയ പടക് കുഴഞ്ഞു പോകുന്നത് പോലെ തുഴഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ, ഭാവി മണ്ഡലത്തിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ രീതിയിൽ അനുഭവങ്ങൾക്ക് നടുവിൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളോട് ഈ ഹല്ലേലൂയ സമയത്ത് ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുകയാ, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിയുന്ന, ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഇടപെടാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ ഇന്ന് പകൽ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിലേക്ക് നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ ഹല്ലേലൂയ അനുഭവിക്കുന്നതോടൊപ്പം ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് നയിപ്പിച്ചു കൊടുത്തേ. ശക്തമായ ചില വിടുതലുകൾ സ്വർഗ്ഗവതിനകത്ത് നടുവിൽ ചെയ്യും. അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് നയിപ്പിച്ചു കൊടുക്കാം. എന്തുകൊണ്ടാ എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന എനിക്കറിയാം. ആത്മാവിൽ ഞാൻ അത് കാണുന്നു, കേൾക്കുന്നു. എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ? എന്തുകൊണ്ടാ എന്റെ കുടുംബത്തിൽ ഇങ്ങനെ? ഹല്ലേലൂയ. എന്റെ ദൈവത്തിലെ നീ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ നീ ഉറപ്പായിട്ട് വിശ്വസിക്ക്, ജീവിതം അത് നിന്നെ തകർക്കാനല്ല, നിന്നെ പണിതെടുക്കാൻ വേണ്ടി ദൈവം വിട്ടിരിക്കുന്നു എന്ന് മാത്രം ചിന്തിക്ക്. ദൈവം ഒരിക്കലും തിന്മ ചെയ്യത്തില്ല, നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ പകൽക്കാലം അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് നയിപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഇടപെടുന്ന ഇടപെടലുകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. അവിടുത്തെ കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചെടുത്തു വരുന്നപ്പാ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ ചലിക്കണമേ. ഹല്ലേലൂയ. അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ അവരുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ. ഹല്ലേലൂയ. പ്രശ്നത്തിലകപ്പെട്ട ചെങ്കടലിന്റെ തീരത്ത് വന്ന് ജനം നിൽക്കുമ്പോ തിരമാല ഒന്നിന് പറയുക ഒന്നായിട്ട് വരുന്നത് പോലെ എന്തുവാ ഈ പ്രശ്നം ഹല്ലേലൂയ എന്ന് ചിന്തിക്കുമാർ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചില വിഷയങ്ങളുമായി ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ ഇടപെട്ട് ഞാൻ പറയുകയാ, ഹല്ലേലൂയ ഇതിന്റെ നടുവിലൂടെ ദൈവത്തിന് ഒരു വഴി തുറക്കാൻ കഴിയുമെന്ന് ഇന്ന് വിശ്വസിച്ചു. എന്റെ യേശുവിന്റെ പേര് തന്നെ വഴിയെന്ന, വഴിയും സത്യം ജീവനുമാവൻ. ഹല്ലേലൂയ അവന്റെ സന്നിധിയിലമായിരിക്കുന്നത്
അത്ഭുതകരമായ വഴി ചില വ്യക്തി ജീവിതങ്ങൾക്ക് അവരുടെ തലമുറകൾക്ക് സ്വർഗം അത് ചെയ്യേണ്ടതിന് അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ചു അടിയൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് അത് ചെയ്യണമേ. മുഴുവൻ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നപ്പാ. കൃപ കൊണ്ട് നിറച്ചാട്ട് പരിശുദ്ധാത്മാ സഹായിക്കുന്നതിനായി സ്തോത്രം. മുഴുവൻ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നപ്പാ. ആമേൻ. അവിടുത്തെ കരത്തിലേക്ക് ഈ കർത്താവ് ഈ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. എല്ലാ മഹത്വം എന്റെ ദൈവത്തിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.